അതുവരെ ഞാൻ കരുതിയത് എൻ്റെ ജീവിതാനുഭവങ്ങൾ മോശമാണ്, ഞാനൊരു പരാജയമാണ് എന്നായിരുന്നു. പക്ഷേ അതെഴുതി കഴിഞ്ഞാണ് എൻ്റെ അനുഭവങ്ങളും വലുതാണ് എന്നെനിക്ക് മനസ്സിലായത്. എന്നെപ്പോലെ ധാരാളം ആളുകൾ ഈ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നതാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. അതെനിക്ക് പ്രത്യേകമായ ഒരു ഊർജ്ജം നൽകി. പിന്നീടാണ് എനിക്ക് എന്തുകൊണ്ട് ഒരു പുസ്തകം എഴുതിക്കൂടാ എന്ന ചിന്തയുണ്ടാകുന്നത്. അങ്ങനെയാണ് ഞാൻ ഈ പുസ്തകം എഴുതിയത്. ഈ പുസ്തകം പൂർണ്ണമായും എൻ്റേതാണെന്ന് ഞാൻ പറയില്ല. എന്നെപ്പോലുള്ള ഒരുപാട് സ്ത്രീകളുടേതാണ്. പക്ഷേ ഈ പുസ്തകം എനിക്ക് ഇനിയും പുസ്തകങ്ങൾ എഴുതാനുള്ള ഊർജം തന്നിട്ടുണ്ട്. ആ നെല്ലിമരം പുല്ലാണ് എന്നാണ് ഈ പുസ്തകത്തിന് ഞാൻ കൊടുക്കുന്ന പേര്. കാരണം ജീവിതത്തിൻ്റെ ഓർമ്മകളിലേക്ക് തിരിച്ചുപോയി ഒന്നുലർത്തി രസിക്കാൻ എനിക്ക് പ്രത്യേകിച്ച് നെല്ലിമരങ്ങളൊന്നും ഇല്ലായിരുന്നു. നമസ്കാരം, മലയാള പാഠത്തിലേക്ക് സ്വാഗതം. ഇന്ന് ശ്രീമതി രജനി പാലാമ്പറമ്പിൽ എഴുതിയ ആ നെല്ലിമരം പുല്ലാണ് എന്ന ആത്മകഥയെ കുറിച്ചാണ് പറയുന്നത്. അതിലെ ഏറ്റവും പ്രസക്തമായ ചില വരികളാണ് നമ്മൾ ആദ്യം കേട്ടത്. ലോകവും ജീവിതവും ഒക്കെ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. അതെന്നും ഒരുപോലെയല്ല ഇരിക്കുന്നത്. പക്ഷേ കാൽപ്പനികമായ ചില വ്യഥകളോടുകൂടി അല്ലെങ്കിൽ ഗൃഹാതുരത്വത്തോടുകൂടി നമ്മൾ ഇടയ്ക്ക് പറയും, പഴയ കാലമായിരുന്നു നല്ലത്, അന്നത്തെ ഓണം, അന്നത്തെ ക്രിസ്മസ്, അന്ന് എന്ത് രസമായിരുന്നു എന്നൊക്കെ. ഒട്ടുമല്ല. ശരിക്കും ചിന്തിച്ചു നോക്കിയാൽ നമുക്കറിയാം, പഴയ കാലത്തേക്കാൾ എത്രയോ നല്ല കാലത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പണ്ട് അനീതികളും അസമത്വങ്ങളുമൊക്കെ നിറഞ്ഞ ഒരു ലോകത്തിരുന്നു കൊണ്ട് അതിനെക്കുറിച്ചുള്ള യാതൊരു ചിന്തയുമില്ലാതെ അതങ്ങനെയാണെന്ന് അറിയുക പോലും ചെയ്യാതെയാണ് മനുഷ്യരുണ്ടായിരുന്നത്. ഏത് നാട്ടിലും അനീതി ചെയ്യുന്നവർക്കും അനീതി അനുഭവിക്കുന്നവർക്കും അതിൻ്റെ ഒരു തെറ്റെന്താണ് എന്ന് ബോധ്യപ്പെട്ടിരുന്നില്ല. എന്നാൽ പുതിയ കാലഘട്ടമാകട്ടെ ഒരു പൊതുബോധം കൊണ്ട്, രാഷ്ട്രീയ ശരികൾ കൊണ്ട് നമ്മളെയും മറ്റുള്ളവരെയും വിലയിരുത്തുന്ന ഒരു കാലമാണ്. അതുകൊണ്ട് ഇന്ന് ആരും തന്നെ ഒരു തെറ്റ് കാണിക്കുന്ന ഒരു സന്ദർഭത്തിൽ അതിനെക്കുറിച്ച് മിണ്ടാതിരിക്കുന്നില്ല. അത് തെറ്റാണ് എന്ന് അറിയുവാനുള്ള ഒരു സാമൂഹ്യ അന്തരീക്ഷമാണ് ഇന്നുള്ളത്. പണ്ട് തകഴിയുടെ രണ്ടിടങ്ങഴിയിൽ ജന്മിമാർക്ക് കുടിയാന്മാരെ വെള്ളത്തിൽ ചെളിയിൽ ചവിട്ടി താഴ്ത്താം, അത് അവരുടെ അവകാശമാണ് എന്ന് വളരെ ലഘുവായിട്ട് അങ്ങനെ വളരെ ലാഘവത്വത്തോടു കൂടി അങ്ങനെ പറഞ്ഞ് പോയി. അത് കേട്ടു നിൽക്കുന്നവർക്കും പ്രശ്നമൊന്നുമില്ല. അങ്ങനെയുള്ള ഒരു സാമൂഹ്യ പശ്ചാത്തലത്തിൽ നിന്ന് ഇന്ന് ഏതൊരു അനീതിക്ക് നേരെയും വിരൽ ചൂണ്ടാൻ കെൽപ്പുള്ള ഒരു സമൂഹം വന്നു കഴിഞ്ഞു. അതുകൊണ്ടാണ് ഈ പുതിയ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുക എന്നുള്ളത് കുറച്ചുകൂടി മെച്ചപ്പെട്ടതാണ് എന്ന് ഞാൻ ആദ്യം പറഞ്ഞത്. നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന ഈ പുസ്തകം ആ നെല്ലിമരം പുല്ലാണ് എന്നത് ഒരു പഴയ ഗൃഹാതുരത്വത്തിൻ്റെ സൗന്ദര്യത്തെ അപ്പാടെ റദ്ദ് ചെയ്യുന്ന ഒന്നുകൂടിയാണ്. അതിൻ്റെ തലക്കെട്ട് ശീർഷകം നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും, ആ നെല്ലിമരം പുല്ലാണ്. നമ്മുടെ മനസ്സിലൊക്കെ വലിയ ഒരു ആനന്ദത്തോടു കൂടി അങ്ങനെ ഒരു നെല്ലിമരം കായ്ച്ചു നിൽപ്പുണ്ട് എന്നും ഒന്നുകൂടി അവിടേക്ക് ചെന്ന് ആ നെല്ലിമരം ഒന്ന് ഉലർത്തണമെന്നുമുള്ള കവിയുടെ ഒരു മോഹം, അത് സുന്ദരമായിട്ടുള്ള കവിതയായിട്ടും സിനിമ പാട്ടായിട്ടുമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ഒരു നെല്ലിമരം ഉള്ളവർക്ക് ഉലർത്താനുള്ള അവകാശമുണ്ട്, അല്ലെങ്കിൽ അതിനുള്ള സാധ്യതയുണ്ട്. അത്തരം നെല്ലിമരങ്ങളൊന്നുമില്ലാത്ത ഒരു ജനതയെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നതാണ് രജനിയുടെ ഈ ശീർഷകം. അതുകൊണ്ട് തന്നെ ഈ പുസ്തകം ഒരു മെച്ചപ്പെട്ട വായന സാധ്യമാക്കുന്നുണ്ട്.
പുലയന് ജീവിതമുണ്ടോ എന്ന് ചോദിച്ചത് കണ്ടൽ പൊക്കുടനാണ്. പക്ഷേ അങ്ങനെ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ 2 ആത്മകഥകൾ നമ്മൾ വായിച്ചിട്ടുണ്ട്. ജലത്തിലെ ജീവികളെക്കുറിച്ചും കണ്ടൽ കാടുകളെക്കുറിച്ചും നാട്ടിലെ ഒട്ടേറെ ജീവജാലങ്ങളെക്കുറിച്ചും പ്രകൃതിയെക്കുറിച്ചും ഒക്കെയുള്ള അദ്ദേഹത്തിൻ്റെ നാട്ടറിവുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. പണ്ടാണെങ്കിൽ ഇത് സാധ്യമല്ല. പ്രാന്തവൽക്കരിക്കപ്പെട്ടവർക്ക് ഒരു ജീവിതമുണ്ടോ എന്ന് സംശയിച്ച ഒരു കാലമായിരുന്നു. അതുകൊണ്ടാണ് രജനി പറയുന്നത്, എനിക്കൊന്നും ഒരു പുസ്തകം എഴുതാൻ സാധിക്കുമോ എന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല എന്ന്. അത് സാധ്യമായിരിക്കുന്നു. രജനിക്ക് അഭിനന്ദനങ്ങൾ. രജനിയുടെ പുസ്തകത്തിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. ഇതിൽ രജനിയുടെ അച്ഛനെക്കുറിച്ച് പറഞ്ഞ് കൊണ്ട് നമുക്ക് തുടങ്ങാമെന്ന് തോന്നുന്നു. രജനി പറയുന്നുണ്ട്, തൻ്റെ അച്ഛൻ അംബേദ്കറെ ആരാധിച്ചിരുന്ന ഒരാളാണ്. അംബേദ്കർ ആരാണ് എന്ന് അറിയുക പോലും ചെയ്യാത്ത ഒരു അന്തരീക്ഷത്തിലാണ് അദ്ദേഹം ഇങ്ങനെ പറയുന്നത്. അംബേദ്കർ കാരണമാണ് നമുക്കൊക്കെ ഇപ്പോൾ ഈ ജീവിതമുള്ളത് എന്ന് അദ്ദേഹം എടുത്തു പറയാറുണ്ട്. അംബേദ്കർ വിഭാവനം ചെയ്ത ഒരു സാമൂഹിക ജീവിതം എങ്ങനെയാണ് ആയിരിക്കണം എന്നുള്ള ആ ചിന്തകളൊക്കെ അദ്ദേഹത്തിനുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൽ അദ്ദേഹം നല്ല ശ്രദ്ധ പതിപ്പിച്ചിരുന്നു. മാത്രമല്ല, അനീതിക്കെതിരെ ശബ്ദിക്കാനുള്ള ഒരു ധൈര്യവും അദ്ദേഹത്തിനുണ്ടായി. തന്നെ പറ്റിച്ച ജന്മിക്കെതിരെ കേസ് കൊടുക്കാൻ ധൈര്യപ്പെട്ട ആളാണ് അദ്ദേഹം. ആ കാലഘട്ടത്തിൽ ഒരുപക്ഷെ അതിനുള്ള ഒരു ധൈര്യം പലർക്കും ഉണ്ടാവില്ല. എങ്കിൽ പോലും ഈ സ്ഥലം കൊടുത്ത്, പുറമ്പോക്ക് ഭൂമി കൊടുത്ത്, പട്ടയം പോലും ഇല്ലാത്ത ആ സ്ഥലം കൊടുത്ത് പറ്റിച്ച ജന്മിക്കെതിരെയാണ് രജനിയുടെ അച്ഛൻ കേസ് കൊടുത്തത്. അതുമായി ബന്ധപ്പെട്ട് പിന്നെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ തളർന്നു പോവുകയല്ല അദ്ദേഹം ചെയ്യുന്നത്, മറിച്ച് ജന്മിയുടെ പറമ്പിലെ പണി ഒക്കെ ഇല്ലാതായല്ലോ. അപ്പോൾ അതിന് പകരമായിട്ട് അദ്ദേഹം സ്വന്തമായിട്ട് കൃഷി ചെയ്യുകയാണ്. ഒട്ടേറെ പച്ചക്കറി കൃഷിയൊക്കെ ചെയ്യുന്നു. അങ്ങനെ നിവർന്നു നിൽക്കാനും തൻ്റെ നേർക്ക് വരുന്ന തെറ്റുകളെ അത് മടക്കി അയക്കാനും അതിനെതിരെ നിവർന്നു നിന്ന് ചോദ്യം ചെയ്യാനുമുള്ള ധൈര്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ രജനിയിലും അത്തരം ഒരു ധൈര്യമുണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കാം. അടിമമക്ക എന്ന തൻ്റെ ആത്മകഥയിൽ ശ്രീമതി CK ജാനു ഒരു കാര്യം പറയുന്നുണ്ട്. ഈ ജന്മിമാരുടെ വീട്ടിൽ നിന്നും പണി എടുക്കാൻ വേണ്ടി ചെല്ലുന്ന ആളുകൾക്ക് പഴങ്കഞ്ഞിയൊക്കെയാണ് കൊടുക്കുക. നല്ല ഭക്ഷണമൊന്നുമല്ല. അവരത് തന്നെയാണ് കഴിക്കുന്നതെങ്കിൽ കുഴപ്പമില്ല. അവർ നല്ല ദോശയും ഒക്കെ കഴിക്കുമ്പോൾ ഇവർക്ക് പഴങ്കഞ്ഞി വെള്ളവും തലേ ദിവസത്തെ ചോറും ഒക്കെയാണ്. അതിനെതിരെ ഒരു വിരൽ പോലും അനക്കാൻ മറ്റുള്ളവർക്ക് പറ്റാതിരുന്ന ഒരു സന്ദർഭത്തിൽ ജാനു പറഞ്ഞത്, ഞങ്ങൾക്ക് ഇവിടെ പണിയെടുക്കാൻ വയ്യ എന്നാണ്. നിങ്ങൾ ദോശ തിന്നുമ്പോൾ ഞങ്ങൾക്ക് പഴങ്കഞ്ഞി വെച്ച് നീട്ടുന്നത് ശരിയല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ദോശ ഉണ്ടാക്കാനുള്ള അരിയൊക്കെ നിങ്ങൾ തന്നെ മെതിച്ചുണ്ടാക്കുക എന്ന് ജാനു പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ ആത്മകഥയിലൂടെ അടിച്ചമർത്തപ്പെട്ടവരുടെ പ്രതിഷേധവും അവരുടെ ആവശ്യങ്ങളുമെല്ലാം ലോകം അറിയുകയാണ്. ആ രീതിയിൽ ആത്മകഥകൾക്ക് വലിയ പ്രസക്തിയുണ്ട്. കുഞ്ഞാമൻ എഴുതിയ എതിര് എന്ന ആത്മകഥ ഞാനത് പുസ്തക പരിചയത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു. എങ്ങനെയാണ് തൻ്റെ ഒരു ഭീരുത്വം രൂപപ്പെട്ടത് എന്ന് കുഞ്ഞാമൻ പറയുന്നുണ്ട്. വലുതായപ്പോൾ പോലും തനിക്കൊരു ധൈര്യം കിട്ടാതെ ഇരുന്നതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. ചെറുപ്പത്തിൽ തന്നെ എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട ഒരു ജീവിതം പോലെയായിരുന്നു തനിക്ക് തോന്നിയിരുന്നത് എന്ന് അദ്ദേഹം പറയുകയാണ്. എല്ലാവരുമുണ്ട്, എങ്കിൽ പോലും സാമൂഹ്യമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൻ്റെ പിരിമുറുക്കം കാരണം താൻ ആരുമില്ലാത്തവനാണ്, തനിക്ക് വേണ്ടി ശബ്ദിക്കാൻ ആരുമില്ല എന്നൊരു തോന്നലായിരുന്നു. സ്കൂളിൽ നിന്നും കിട്ടിയ അനുഭവങ്ങളൊക്കെ അത്തരത്തിലായിരുന്നു. ഇവിടെ രജനി തൻ്റെ സ്കൂൾ അനുഭവങ്ങളെക്കുറിച്ച് പറയുകയാണ്. സ്കൂളിൽ
സ്വാഭാവികമായും അധ്യാപകർ അവർ ചില വർഗം തിരിച്ചാണ് കുട്ടികളെയൊക്കെ കാണുക. തന്നോട് വളരെയധികം ദേഷ്യം കാണിച്ച ചില അധ്യാപകരെ കുറിച്ച് രജനി പറയുന്നുണ്ട്. എങ്ങനെയാണ് ഒരാൾക്ക് വേറൊരാളെ അടിക്കാനും ദേഷ്യപ്പെടാനൊക്കെ തോന്നുക, വെറുപ്പ് വെച്ച് പുലർത്താനൊക്കെ തോന്നുക? നമുക്ക് അത്ഭുതം വരും. മനുഷ്യരാണല്ലോ, അപ്പോൾ അതുകൊണ്ട് പല സാഹചര്യത്തിലും ചിലപ്പോൾ ദേഷ്യമൊക്കെ വന്നെന്ന് വരാം, നമ്മൾ വഴക്കമൊക്കെ ഉണ്ടാക്കിയെന്ന് വരാം. പക്ഷേ തൻ്റെ മുന്നിൽ പഠിക്കാൻ വരുന്ന ഒരു കുട്ടിയോട് ഒരു അധ്യാപകന്, അധ്യാപികയ്ക്ക് എങ്ങനെയാണ് മോശമായിട്ട് പെരുമാറാൻ തോന്നുക? രജനി അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഒരു വ്യക്തി എന്ന രീതിയിൽ ഇപ്പോൾ മുതിർന്ന ഒരു വ്യക്തി ആണല്ലോ രജനി തിരിഞ്ഞു നോക്കുന്ന സമയത്ത് തൻ്റെ വർണ്ണവും തൻ്റെ ജാതിയും മാത്രമാണ് അങ്ങനെയൊരു അകറ്റി നിർത്തൽ ഉണ്ടാക്കിയതിന് പിന്നിൽ എന്ന് രജനി തിരിച്ചറിയുകയാണ്. സ്വാതന്ത്ര്യം കിട്ടി എത്രയോ വർഷം കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ എങ്കിൽ പോലും ചില മനുഷ്യർ ഒട്ടും സ്വതന്ത്രരല്ല എന്ന് നമുക്ക് തോന്നുകയാണ്. ഇത്തരത്തിലുള്ള സാമൂഹ്യമായിട്ടുള്ള അനാചാരങ്ങളുടെയൊക്കെ ഒരു ബാലപാഠശാലയായിരുന്നു തൻ്റെ സ്കൂൾ കാലം എന്ന് രജനി ഓർത്തെടുക്കുന്നുണ്ട്. ചിലതൊക്കെ നമുക്ക് വായിക്കുമ്പോൾ വളരെ തിക്തമായിട്ടുള്ള ചില അനുഭവങ്ങൾ. അതിൽ തന്നെ ഒരു കാര്യം, ഈ അസുഖത്തിന് വസൂരിക്കും 2 തരം സ്റ്റാറ്റസ് ഉണ്ട് എന്നാണ് രജനി പറയുന്നത്. കറുത്തതും ഉണ്ട്, ചുവന്നതുമുണ്ട്. കറുത്ത നിറത്തിൽ വരുന്നതിനെ കരിഞ്ച പട്ട എന്നാണ് പറയുക. സ്വർണ്ണ നിറത്തിൽ വരുന്നതിനെ കനകമെന്നും. ഈ 2 രീതിയിലാണ് രോഗത്തെ പോലും കാണുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഒട്ടൊരു പരിഹാസത്തോടു കൂടി രജനി ഈ ഒരു വർണ്ണഭേദ ചിന്തകളെക്കുറിച്ച് പറയുന്നു. ഒരു വ്യക്തി അനുഭവിക്കുന്നതാണ് തൻ്റെ ജീവിതത്തിൽ ഉടനീളം ഓർക്കുക. രജനിയുടെ ആത്മകഥയിലെ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചു. രജനി ഏത് വ്യക്തിയെ നമ്മുടെ മുന്നിൽ പരിചയപ്പെടുത്തുമ്പോഴും അവരുടെ ജാതി എടുത്തു പറയുന്നുണ്ട്. സത്യത്തിൽ അതിൻ്റെ ആവശ്യമില്ല. ഒരു ടീച്ചർ, ഉടനെ ആ ടീച്ചർ ഇന്ന ജാതിയിൽപ്പെട്ടതാണ്. ഒരു മാഷ് അല്ലെങ്കിൽ വേറൊരു വ്യക്തി ഇന്ന ജാതിയിൽപ്പെട്ടതാണ്. എന്തുകൊണ്ടാണ് ഒരാൾ അവരുടെ ജാതിയെക്കുറിച്ച് എടുത്തു പറയുന്നത്? ഇന്ന ആൾ ഇന്ന ജാതിയിലാണ് എന്ന്. കാരണം രജനി മനസ്സിലാക്കിയ ഒരു കാര്യം, ജാതി അനുസരിച്ച് സാമൂഹ്യമായിട്ടുള്ള അന്തസ്സും അപമാനവും ഒക്കെ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ്. അവഗണിക്കപ്പെടുന്നതിൻ്റെ ഒരു പ്രശ്നം എന്നുള്ളത് യാതൊരു തരത്തിലുമുള്ള സാമൂഹികമായിട്ടുള്ള ബോധം ഇല്ലാത്തത് കൊണ്ടാണ് എന്ന് തിരിച്ചറിവ് കുട്ടിയായ രജനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ രീതിയിലല്ല അതിനോട് പ്രതികരിക്കുക. അവരോട് സഹതാപമാണ് സത്യത്തിൽ തോന്നേണ്ടത്, അല്ലേ? പക്ഷേ കുട്ടികൾ നിസ്സഹായരാണല്ലോ എപ്പോഴും. അതുകൊണ്ട് തന്നെ ആ കുട്ടിക്കാലത്ത് ഇങ്ങനെയുള്ള കുറേ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെതിരെ പ്രതികരിക്കാനൊന്നും പറ്റാതെ നിസ്സഹായമായിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. ഓർക്കുക, ദളിത് ജീവിതത്തെ ചിത്രീകരിക്കുന്ന ഏതൊക്കെ ആത്മകഥകളുണ്ടോ അതിലെല്ലാം തന്നെ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ അവർ കൊണ്ടുവന്നിട്ടുണ്ട്, അവർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. നമ്മുടെ സമൂഹത്തിൻ്റെ രോഗഗ്രസ്തമായ ഒരു സ്വഭാവത്തെക്കുറിച്ച് കൃത്യമായി നമുക്കതിൽ വായിച്ചെടുക്കാൻ പറ്റും. ആ രീതിയിലുള്ളൊരു വായന ആവശ്യമാണ്. ജയമോഹൻ്റെ 100 സിംഹാസനങ്ങളെക്കുറിച്ച് നമ്മൾ പറയും, മിണ്ടാച്ചെന്നായെക്കുറിച്ച് പറയും. അതിലൊക്കെ തന്നെ വ്യക്തികളെ അവരുടെ ഒരു ക്രെഡിറ്റ് വെച്ചിട്ട് അല്ല അളക്കുന്നത്. അവരെത്രത്തോളം സമൂഹത്തിൽ നേടി, അവരുടെ വിദ്യാഭ്യാസം എന്താണ്, അവരുടെ സ്വഭാവം എന്താണ്, അവരുടെ പെരുമാറ്റം എന്താണ് എന്നത് വെച്ചൊന്നുമല്ല, അവർ ജാതിയിൽ എന്താണ് എന്നത് വെച്ച് അവരെ അളക്കുന്ന ഹീനമായ ഒരു സ്വഭാവത്തെക്കുറിച്ച് ഇതിലെല്ലാം തന്നെ പറയുന്നുണ്ട്. തുടർ വായനകളിലൂടെ ഇത്തരം കുറേ കൃതികളെക്കുറിച്ച് പറയണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. വരും വീഡിയോകളിൽ അത് ചെയ്യാം എന്ന് ഞാൻ വിചാരിക്കുകയാണ്.
രജനി തൻ്റെ സ്കൂൾ കാലത്തെക്കുറിച്ച് പറഞ്ഞല്ലോ. അപ്പോൾ രജനിയുടെ ചേച്ചിക്ക് വലിയ ബുദ്ധിമുട്ടാണ് പുതിയ വസ്ത്രങ്ങൾ എല്ലാ ദിവസവും ഇട്ട് വരാൻ. പുതിയത് വേണ്ട, മുഷിയാത്ത വസ്ത്രം ഇടാൻ. ഒരേ വസ്ത്രം തന്നെ എല്ലാ ദിവസവും ഇട്ട് വരുമ്പോൾ അത് അലക്കിപ്പിഴിഞ്ഞ് ഉണക്കി വരുമ്പോൾ സ്വാഭാവികമായിട്ടും നിറം മങ്ങിയിരിക്കും. മാത്രമല്ല പല ബുദ്ധിമുട്ടുകൾക്കും ഇടയിൽ സ്കൂളിൽ സമയത്തിനെത്താനോ എല്ലാ ദിവസവും വരുവാനോ സാധ്യമല്ല. അപ്പോൾ പഠിപ്പിക്കുന്ന അധ്യാപകർ ഇതിനെക്കുറിച്ചൊന്നും ചോദിക്കില്ല. രജനി പറയുകയാണ്, ഞങ്ങളെ വിദ്യാർത്ഥികളായി പരിഗണിക്കുകയേ ചെയ്തിട്ടില്ല കുറേ അധ്യാപകർ. അവർ പഠിക്കുന്ന കുട്ടികളോട് മാത്രമാണ് അവർക്കൊരു ബന്ധമുള്ളത്. അവരെ മാത്രമേ ശ്രദ്ധിക്കൂ. ഞങ്ങൾ പഠിച്ചോ പഠിച്ചില്ലേ എന്നൊന്നും അവർ നോക്കുക പോലും ചെയ്യില്ല. ഈ ചേച്ചി ഇങ്ങനെ പല ദിവസം ആബ്സെൻ്റായ സമയത്ത് ടീച്ചർ ആ കുട്ടിയോട്, ചേച്ചിയോട് കാരണം എന്താണെന്ന് ചോദിക്കുകയല്ല, മറിച്ച് ആക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. ഈ ആക്ഷേപവും നിന്നയും സഹിക്കാൻ പറ്റാതെ രജനിയുടെ ചേച്ചി പഠിപ്പ് നിർത്തുകയാണ്. ഗാന്ധിയൻ, അംബേദ്കർ, ശ്രീനാരായണ ഗുരു ആശയങ്ങളൊക്കെ അങ്ങനെ നിഴലിച്ച് അലയടിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാമൂഹ്യ ചുറ്റുപാടിലാണ് ഇത്തരത്തിലുള്ള ചില പ്രശ്നങ്ങൾ ഒരു കുട്ടിക്ക് ഉണ്ടാവുന്നത് എന്നോർക്കുക. അങ്ങനെ രജനിയുടെ ഒരു സമയമാവുമ്പോഴേക്കും സ്ഥിതി കുറച്ചും കൂടി മെച്ചപ്പെടുന്നുണ്ട്. മാത്രമല്ല രജനിയുടെ അച്ഛന് കുട്ടികളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് കൂടുതൽ ഒരു ബോധ്യമുള്ള ആളായിരുന്നു. അദ്ദേഹത്തിന് നിസ്സഹായത കൊണ്ട് ചേച്ചിയുടെ കാര്യത്തിലൊന്നും ചെയ്യാൻ പറ്റിയില്ല. കാരണം താഴെയുള്ള കുട്ടികളെയൊക്കെ നോക്കുക എന്നുള്ളൊരു ദൗത്യം കൂടി ചേച്ചിക്കുണ്ടായിരുന്നു. പക്ഷേ രജനിയും രജനിയുടെ ചേട്ടനും ഒക്കെ ആയ സമയത്ത് അച്ഛൻ അവരെ സ്കൂളിൽ പോകാതിരിക്കാൻ ഒരിക്കലും സമ്മതിക്കുമായിരുന്നില്ല. അങ്ങനെ രജനി എന്തോ കാര്യത്തിന് ആരോ വരുന്ന ഒരു സമയത്തോ മറ്റോ സ്കൂളിൽ പോകാൻ വേണ്ടി മടി കാണിച്ചപ്പോൾ അമ്മ വഴക്ക് പറയുന്നുണ്ട്. എന്തായാലും പോകണം എന്നും പറഞ്ഞ് നിർബന്ധം പിടിക്കുന്നുണ്ട്. രജനി കരച്ചിലാണ്. ആ സമയത്ത് അവരുടെ ജന്മി വന്ന് പറയുന്നുണ്ട്, സ്കൂളിൽ പോകണ്ടേ നിനക്ക്, നീയൊക്കെ സ്കൂളിൽ പോയാൽ വളരെ പെട്ടെന്ന് ജോലി കിട്ടും എന്ന്. ആ ജന്മിയോട് എനിക്കൊരു സ്നേഹം തോന്നി. കാരണം അയാൾ കാര്യങ്ങളെക്കുറിച്ച് ബോധ്യമുള്ള ഒരാളാണ്, മാറുന്ന കാലത്തെ മനസ്സിലാക്കുന്ന ഒരാളാണ്. അയാൾ അത്രയും പറഞ്ഞല്ലോ. ജന്മിത്വത്തിൻ്റെ കുറേ പ്രശ്നങ്ങളൊക്കെ രജനി പറയുന്നുണ്ട്. ഇത് 73 രജനി ജനിക്കുന്നത് എന്നതുകൊണ്ട് കേരളത്തിൻ്റെ സാമൂഹ്യ ചുറ്റുപാടുകൾ കുറേ ഒക്കെ മാറി കഴിഞ്ഞതുകൊണ്ട് വളരെ തിക്തമായിട്ടുള്ള കാര്യങ്ങളൊന്നും രജനിക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല എന്ന് ഊഹിക്കുന്നു. എന്നെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ച ഒരു കാര്യം ജന്മിമാരുടെ പ്രശ്നങ്ങളെക്കാൾ കൂടുതലായി സ്കൂളിലും മറ്റും അനുഭവിച്ച പ്രശ്നങ്ങളാണ്. അങ്ങനെ തൻ്റെ ജീവിതത്തിലെ ഓരോരോ ഘട്ടങ്ങളെക്കുറിച്ച് രജനി എടുത്തു പറയുന്നു. തൻ്റെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിലെ കാര്യങ്ങൾ, കല്യാണം, ഭർത്താവിൻ്റെ മരണം, ഈ കാര്യങ്ങളൊക്കെ രജനി ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. തൻ്റെ കുട്ടികൾ, അവരൊക്കെയായി ഒരു ജോലി സമ്പാദിക്കാൻ വേണ്ടിയിട്ടുള്ള ബുദ്ധിമുട്ടുകളെക്കുറിച്ച്, എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും ദളിത് വിഭാഗം നേരിടേണ്ടി വരുന്ന അവഗണനയെക്കുറിച്ചും പ്രശ്നങ്ങളെക്കുറിച്ചും എടുത്തു പറയുന്നുണ്ട്. ചില കോളേജുകളുടെ പേര് തന്നെ, ചങ്ങനാശ്ശേരി NSS കോളേജ്, തലയോലപ്പറമ്പ് DB കോളേജ്, B.Ed കോളേജ്, കോട്ടയത്തെ B.Ed കോളേജ്, ഇതിനെക്കുറിച്ചൊക്കെ എടുത്തു പറയുന്നുണ്ട്. ആ കോളേജുകളിൽ കൂടുതൽ ഭദ്രമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് വേണ്ടത്. കാരണം ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ രംഗമാണ്. പക്ഷെ അവിടെയും ഹോസ്റ്റലിലും കോളേജിലുമൊക്കെ പൊതുവെ ഒരു അവഗണന ഉണ്ടായിരുന്നു എന്നാണ് രജനി പറയുന്നത്. അതിൻ്റെ ചില ഉദാഹരണങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. എങ്കിൽ പോലും കോളേജ് ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ തൻ്റെ വിദ്യാഭ്യാസം തുടർന്നുകൊണ്ട് പോകാൻ രജനിക്ക് സാധിച്ചു. കൂട്ടുകാരുമൊക്കെ ഉണ്ടായിരുന്നു. അതിൽ പറയുന്നുണ്ട്, ഈ സവർണ വിഭാഗത്തിൽപ്പെട്ട ചിലർ ഇങ്ങോട്ട് മുറിയിലേക്ക് വന്നില്ലെങ്കിലും അവരുടെ മുറിയിൽ പോയിരുന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. താൻ പരിചയപ്പെട്ട ചില ഉന്നത വിഭാഗത്തിൽപ്പെട്ട ചില വ്യക്തികളൊക്കെ എങ്ങനെയാണ് നല്ല രീതിയിൽ സംവദിച്ചത് എന്ന് രജനി എടുത്തു പറയുന്നുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, കാലം മാറിയിട്ടുണ്ട് അപ്പോഴേക്കും. അപ്പോൾ അതിന് മുൻപുള്ള ഒരു അവസ്ഥ എന്തായിരുന്നു എന്നുള്ളതാണ്.
അതാണ് ഒരുപക്ഷെ ജാനുവിൻ്റെയും കുഞ്ഞാമൻ്റെയും ഒക്കെ ആത്മകഥകളിൽ നമ്മൾ കാണുന്നത്. രജനിയുടെ ഈ പുസ്തകത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊരു ചെറിയ പുസ്തകമാണെങ്കിൽ പോലും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പുതിയ കാലഘട്ടം എന്താണ് ആവശ്യപ്പെടുന്നത്, ഏത് രീതിയിലുള്ള ഒരു ദളിത് ബോധമാണ് ആവശ്യം എന്ന് ചിന്തിക്കേണ്ട ഒരു ചുറ്റുപാടാണ് ഇപ്പോൾ ഉള്ളത്. സംവരണം എന്നുള്ളത് പലപ്പോഴും പലരും ആവശ്യമില്ല സംവരണം, അല്ലെങ്കിൽ അതിനെ വളരെ പരിഹാസത്തോടുകൂടി വിമർശനത്തോടു കൂടിയൊക്കെ പറയാറുണ്ട്. രജനി തന്നെ പറയുന്നുണ്ട് ഈ പുസ്തകത്തിൽ, സംവരണം തനിക്ക് ഈ ഫീസ് ഇളവൊക്കെ കിട്ടുമല്ലോ, അങ്ങനെ ഫീസ് ഇളവ് കിട്ടുന്ന കുട്ടികൾക്ക് അത് പറയാൻ ബുദ്ധിമുട്ടാണ്. കാരണം താൻ ഫീസ് ഇളവിലാണ് പഠിക്കുന്നത്, ഇന്ന ജാതിയിൽപ്പെട്ട ആളാണ് എന്നൊക്കെ പറയാൻ പലർക്കും ബുദ്ധിമുട്ടാണ് എന്ന്. അങ്ങനെ ബുദ്ധിമുട്ടേണ്ടതില്ല എന്നുള്ളതാണ് ഒരു സത്യം. ഇത് കേൾക്കുന്ന ആളുകൾക്ക് വേണ്ടി ഞാൻ പറയുകയാണ്. സംവരണം എന്നത് അവകാശമാണ്, ഔദാര്യമല്ല എന്ന തിരിച്ചറിവാണ് ആദ്യമായി വേണ്ടത്. അത് വളരെയേറെ സാമൂഹ്യമായ അസമത്വങ്ങളും ഉച്ചനീചത്വങ്ങളും എല്ലാം നിറഞ്ഞു നിന്ന് ഒരു പ്രാന്തവൽകൃത സമൂഹത്തെ അപ്പാടെ ഇരുളിലേക്ക് തള്ളി വീഴ്ത്തിയ ഒരു കാലഘട്ടത്തോടുള്ള ഒരു പ്രായശ്ചിത്തമാണ്. ആ രീതിയിലാണ് അത് മനസ്സിലാക്കേണ്ടത്. ഫീസ് ഇളവിൻ്റെ കാര്യത്തിലായാലും ജോലിയുടെ സംവരണത്തിൻ്റെ കാര്യത്തിലായാലും മെച്ചപ്പെട്ട രീതിയിൽ ആ സാധ്യതകൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതിനോട് നീതി പുലർത്തുകയും ചെയ്യുക. അതല്ലാതെ ഇത്തരത്തിലുള്ള ഒരു സന്ദർഭത്തിൽ വീണ്ടും ആ ഒരു പഴയ കാലത്തേക്ക് തിരിച്ചു പോകുന്ന തരത്തിലുള്ള ആശയങ്ങൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കി വയ്ക്കരുത്. പല പ്രശ്നങ്ങളുണ്ട്. ജാതി സംബന്ധമായി ഉള്ള കാര്യങ്ങൾ, മറ്റു പല രീതിയിലും സാമൂഹ്യമായിട്ടുള്ള ചില അസമത്വങ്ങൾ എല്ലാ കാലഘട്ടത്തിലുമുണ്ട്. അതൊരു ആഗോള പ്രശ്നമാണ് സത്യത്തിൽ. പക്ഷെ അവിടെയൊക്കെ നമ്മൾ തളർന്നു പോവുകയോ നമ്മൾ പരാജിതരാണ് എന്ന് വിചാരിച്ച് സ്വയം പിന്മടങ്ങുകയോ അല്ലല്ലോ വേണ്ടത്. മറിച്ച് ഏത് രീതിയിലായാലും സമൂഹത്തിൻ്റെ ക്ഷുദ്ര ശക്തികളെ പ്രതിരോധിച്ചുകൊണ്ട് മുന്നോട്ട് വരികയാണ് ചെയ്യേണ്ടത്. കേവലം വ്യക്തികളല്ല, ചില സാമൂഹ്യ ബോധങ്ങളാണ് എതിരായി നിൽക്കുന്നത് എന്നുള്ളതാണ് സത്യം. അതിനെ തിരിച്ചറിയുക എന്നുള്ളതാണ് വേണ്ടത്. പലപ്പോഴും പുതിയ കാലഘട്ടത്തിലെ കഥകളും ചില കവിതകളുമൊക്കെ ദളിത് ജീവിതത്തിൻ്റെ വളരെ ക്ഷുദ്രമായ നിന്ദ്യമായ പ്രശ്നങ്ങൾ കലർന്ന അവസ്ഥകൾ മാത്രം കാണിക്കുന്നത് കാണാറുണ്ട്. അത് വളരെ തെറ്റാണ് എന്ന് എനിക്ക് തോന്നാറുണ്ട്. കാരണം നമ്മൾ തുടങ്ങിയത് കേരള ചരിത്രത്തിൻ്റെ ഏറ്റവും ഉജ്ജ്വലമായ ഒരു നവോത്ഥാന കാലഘട്ടത്തിൽ നിന്നാണ്. നമ്മൾ പറഞ്ഞു തുടങ്ങിയത് പുതിയ സാമൂഹ്യ പരിഷ്കരണ സംരംഭങ്ങൾ എങ്ങനെയാണ് ഒരു വെളിച്ചം നമുക്കൊക്കെ തന്നത് എന്നുള്ളതിനെക്കുറിച്ചാണ്. അയ്യങ്കാളി, സഹോദരൻ അയ്യപ്പൻ, പൊയ്കയിൽ യോഹന്നാൻ അപ്പച്ചൻ, ശ്രീനാരായണ ഗുരു, പണ്ഡിറ്റ് കറുപ്പൻ, ഇങ്ങനെ എത്ര പേരുണ്ട്. അവരെല്ലാം തന്നെ ജാതീയമായിട്ടുള്ള പ്രശ്നങ്ങളെയൊക്കെ മറികടന്നുകൊണ്ട് വിശാലമായ മാനവികതയെ ഊട്ടി ഉറപ്പിക്കുവാനുള്ള ശ്രമത്തിൽ പങ്കാളികളായവരാണ്. സമൂഹത്തെ മുഴുവൻ ഉദ്ധരിക്കാനുള്ള തീവ്രമായ പരിശ്രമങ്ങളാണ് നൽകിയത്. അംബേദ്കർ പറയുന്നുണ്ട്, ഒരു ജനതയുടെ കുലത്തൊഴിലുകളെ മുഴുവൻ വിട്ടെറിഞ്ഞ് നിങ്ങൾ നഗരങ്ങളിലേക്ക് ചെല്ലുകയും വ്യവസായങ്ങൾ തുടങ്ങുകയും ചെയ്യണം എന്ന്. കുലത്തൊഴിൽ മോശമാണ് എന്നോ അല്ലെങ്കിൽ കുലത്തൊഴിൽ ചെയ്യുന്നത് ശരിയല്ല എന്നോ അല്ല, മറിച്ച് ആ കാലഘട്ടത്തിൽ അത് ആവശ്യമാണ്. കാരണം കുലത്തൊഴിലാണ് ഒരു പ്രത്യേകമായ ഒരു ജാതിയിൽ അങ്ങനെ തളച്ചിടുന്നത് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ്. ഓരോ കാലഘട്ടത്തിലും ആ കാലഘട്ടത്തിന് ഉചിതമായ ആവശ്യം ചെയ്യേണ്ടതായ കാര്യങ്ങളാണ് സാമൂഹ്യ പരിഷ്കരണത്തിൽ അതിൻ്റെ ശ്രമം നടത്തുന്നവർ ചെയ്യുക. അത് പിന്നെ ഒരു കാലഘട്ടത്തിൽ അതായിരിക്കില്ല ശരി.
അതുകൊണ്ട് ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ കുലത്തൊഴിൽ എല്ലാവരും പഠിക്കണം. നമ്മുടെ നഷ്ടപ്പെട്ടു പോയ, അസ്തമിച്ചു പോയ കുലത്തൊഴിലുകൾ സമ്പന്നമായിരുന്നൊരു കാലം തിരിച്ചു പിടിക്കണം എന്ന് നമ്മളിപ്പോൾ പറയാം. പക്ഷേ അന്നത്തെ കാലഘട്ടത്തിൽ ഒരു തൊഴിലെന്നുള്ളത് അയാളുടെ ജാതിയുമായി അങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുകയും ആ രീതിയിൽ അയാളെ വല്ലാതെ മാർജിനിലേക്ക് തള്ളിവിടുകയും ചെയ്യുന്ന ഒരു അന്തരീക്ഷമായതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അയ്യങ്കാളി പറഞ്ഞത് നിങ്ങൾ നല്ല വസ്ത്രം ധരിക്കണം, വെള്ള വസ്ത്രം ധരിക്കണം എന്നാണ്. മുഷിഞ്ഞ വസ്ത്രമല്ല നിങ്ങൾ ധരിക്കേണ്ടത്. പാടത്തും പറമ്പിലും ഒക്കെ പണിയെടുത്തിട്ട് മുഷിഞ്ഞ വസ്ത്രമായാൽ അതെങ്ങനെയെങ്കിലും വെളുപ്പിച്ചെടുക്കണം, അല്ലെങ്കിൽ ശുദ്ധമായിട്ടുള്ള വസ്ത്രം ധരിക്കണം എന്നാണ്. അങ്ങനെ ആചാരമര്യാദകളിൽ പാലിക്കേണ്ട ശുചിത്വത്തെക്കുറിച്ച് അദ്ദേഹം പറയുകയുണ്ടായി. ഈ ചത്ത മാംസം നിങ്ങൾ കഴിക്കരുത് എന്നാണ്. അതിൻ്റെ അർത്ഥം മാംസഭോജനം ശരിയല്ല എന്നല്ല. ആ കാലഘട്ടത്തിൽ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്നുള്ളത് ചിന്തിക്കണം. 100 സിംഹാസനങ്ങളിൽ നായാടികളുടെ ഭക്ഷണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അവർ ഇങ്ങനെ ഈ അഴുകിയ സാധനങ്ങളൊക്കെയാണ്, പുറമ്പോക്കിൽ വലിച്ചെറിയുന്ന വേസ്റ്റായിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് തിന്നുന്നത് എന്ന്. അതൊരു ഭക്ഷണത്തെക്കുറിച്ചുള്ള ഒരു കൺസെപ്റ്റാണത്. അത് ഒരു ജാതിയുമായി ബന്ധപ്പെട്ട് നിൽക്കുകയും ചെയ്യുമ്പോൾ അതിൽ നിന്നും സടകുടഞ്ഞ് അതിനെ കളഞ്ഞ് അതിൽ നിന്നും പുറത്തേക്ക് വരികയാണ് ചെയ്യേണ്ടത്. ആ പുറത്തേക്ക് വരൽ എങ്ങനെയാണ് നടത്താൻ പറ്റുക? അതിനൊക്കെ ഉപേക്ഷിക്കണം. അപ്പം നല്ലതും തീയതുമായിട്ടുള്ള ജാതീയതയുടെ എല്ലാ അംശങ്ങളെയും ഉപേക്ഷിക്കാനാണ് അയ്യങ്കാളി പറഞ്ഞത്. അല്ലാതെ വളരെ സങ്കടമായി കരഞ്ഞുകൊണ്ടിരിക്കുകയല്ല. അങ്ങനെയാണെങ്കിൽ ഒരിക്കലും ഒരു ജനതയെ പ്രബുദ്ധരാക്കാൻ അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നില്ല. പണ്ഡിtkറുപ്പനായാലും സഹോദരൻ അയ്യപ്പനായാലും അവരൊക്കെ തന്നെ തീവ്രമായിട്ടുള്ള ഉജ്ജ്വലമായിട്ടുള്ള പോരാട്ടത്തിന്, ജനകീയ മുന്നേറ്റത്തിന് ശക്തി പകർന്നവരാണ്. ആ വീര്യം ഇന്നത്തെ ജനതയെ മുന്നോട്ട് നയിക്കുന്നവരിൽ കാണാനുണ്ടോ എന്നുള്ളതാണ്. സാമൂഹ്യ പരിഷ്കർത്താക്കൾ ഇന്ന് വളരെ കാര്യമായി സംസാരിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ പല കഥകൾ വായിച്ചാലും കവിതകൾ വായിച്ചാലും വളരെ ദയനീയമായി ആ ജീവിതത്തെ ചിത്രീകരിക്കുന്നതായിട്ടാണ് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത്. അതങ്ങനെയല്ല വേണ്ടത് എന്ന് പറയാൻ തോന്നുകയാണ്. വളരെയേറെ സങ്കടപ്പെട്ട് അങ്ങനെ യാതൊരു രക്ഷയുമില്ലാത്ത അവസ്ഥയിൽ കിടന്നിരുന്ന ഒരു കേരളീയ സമൂഹമല്ല ഇപ്പോൾ. വേണമെങ്കിൽ വളരെ ഉജ്ജ്വലമായ വിജയങ്ങൾ കൊയ്തെടുക്കാൻ പറ്റുന്ന ഒരു സാധ്യതയുണ്ട്. ആ സാധ്യത നീതിബോധത്തോടു കൂടി ജീവിച്ച് ആ സാധ്യത ഉപയോഗിക്കുകയാണ് ചെയ്യേണ്ടത്. ഏത് ജാതിയിൽപ്പെട്ടതായാലും മനുഷ്യത്വത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു സാമൂഹ്യ വിഭാവനം ഇന്നുണ്ട്. അതിനെ ഭദ്രമായി ഉപയോഗിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപവാദങ്ങൾ ഉണ്ടാകാം പലപ്പോഴും. ഇതിനൊക്കെ എതിരായിട്ട് ഈ പറയുന്നത് അതുപോലെ തന്നെ നടക്കണം എന്ന് എല്ലാ സന്ദർഭത്തിലും വിചാരിക്കാൻ പറ്റില്ല. കാരണം അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. എങ്കിൽ പോലും നിരാശരാവുകയല്ല വേണ്ടത് എന്ന് പറയാൻ തോന്നുന്നു. അടുത്തയിടെ ജാതീയമായിട്ടുള്ള വിഷയങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ കാര്യമായി ചിന്തിക്കാറുണ്ട്. വേടൻ്റെ വിഷയമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. എന്തു തന്നെയായാലും പുതിയ കാലഘട്ടത്തിൻ്റേതായിട്ടുള്ള ഒരു സാമൂഹ്യ സംഭാവന എന്നുള്ളത് പ്രാന്തവൽക്കരിക്കപ്പെട്ട ജനതയുടെ ഒരു ഉയിർത്തെഴുന്നേൽപ്പ് തന്നെയാണ്. ഏത് കാലഘട്ടത്തിലായാലും ഇതിന് മനുഷ്യ സമത്വം എന്നുള്ളതിന് വലിയൊരു പ്രാധാന്യമുണ്ട്. ഈ കാലത്തും നമ്മൾ അങ്ങനെ തന്നെയാണ് വിചാരിക്കേണ്ടത്. പൊയ്കയിൽ യോഹന്നാനപ്പച്ചൻ തുടങ്ങിയ പ്രത്യക്ഷ രക്ഷാദൈവ സഭ, സഹോദരൻ അയ്യപ്പൻ്റെ സഹോദര പ്രസ്ഥാനം, അയ്യങ്കാളി തുടങ്ങിയ സാധുജന പരിപാലന സഭ തുടങ്ങിയിട്ടുള്ള വളരെ ഏറെ വിജയിച്ച് ഒരു ജനതയെ മുന്നിലേക്ക് കൊണ്ടുപോയ, ഒരു ജാതിയിൽപ്പെട്ടവർ മാത്രമല്ല മറ്റ് ജാതിയിൽപ്പെട്ടവർക്കും മനുഷ്യർക്കൊക്കെയും ഒരു വലിയ ആവേശമായിരുന്നു അത്. ഇപ്പോൾ വീട്ടിയുടെയൊക്കെ കാലഘട്ടത്തിൽ യോഗക്ഷേമ പ്രസ്ഥാനം എന്നുള്ളത് നമ്പൂതിരിമാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയുള്ളതാണെങ്കിലും അത് മറ്റുള്ളവർക്കും ഒരു പ്രചോദനമാണ്. അതുപോലെ സാധുജന പരിപാലന സഭ എന്നുള്ളത് പുലയരുടെ മാത്രം പ്രശ്നങ്ങളെ കുറിച്ച്
പറയാനുള്ളൊരു വേദി മാത്രമായിരുന്നില്ല, മറിച്ച് അതൊരു സാമൂഹ്യ സംഘടനയുടെ ഏറ്റവും ഉജ്ജ്വലമായ ഒരു ശബ്ദമായിരുന്നു. ഇങ്ങനെയുള്ള വീര്യത്തെ ജ്വലിപ്പിക്കുന്ന വാക്കുകളായിരിക്കണം നമുക്ക് മുന്നിൽ മാതൃക കാണിച്ചുകൊണ്ട് നിൽക്കേണ്ടത്. രജനിയുടെ പുസ്തകം ആ നെല്ലിമരം പുല്ലാണ് എന്നത് ഒരു സമൂഹത്തിൻ്റെ ഒരു വിഷയത്തെ ചൂണ്ടിക്കാണിക്കുന്ന വളരെ പ്രസക്തമായ ഒരു ദൗത്യമാണ് നിർവഹിക്കുന്നത്. അതുകൊണ്ട് ആ പുസ്തകം കൂടുതലായി വായിക്കപ്പെടേണ്ടതുണ്ട്. രജനി ഉൾപ്പെട്ട എഴുത്തുകാർക്ക് ഒരു വലിയ ആവേശം നൽകുന്ന ഒന്നുകൂടിയായിരിക്കും അത്. രജനിക്ക് ഭാവുകങ്ങൾ നേരുന്നു. തുടർന്നും രജനി ഇപ്പോൾ ഒരു നോവൽ എഴുതിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു. കൂടുതൽ പുസ്തകങ്ങൾ എഴുതാനും കൂടുതൽ ഉജ്ജ്വലമായ പ്രവർത്തനങ്ങൾ നടത്തുവാനും രജനിക്ക് സാധിക്കട്ടെ. നന്ദി.